ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മാരേജ്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 10:15 ആകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, കാരണം കുറച്ച് ലോങ് ഉണ്ട്. അപ്പം നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ കല്യാണം. സോ ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഇത് പ്ലമ്മിൻ്റെ നാസനിമേഡ് ആൻഡ് റൈസ് വാട്ടർ ടോണർ. അതിൻ്റെ ആ ബോട്ടിൽ പൊട്ടിപ്പോയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാമ്പിൾ സ്പ്രേ ബോട്ടിലേക്ക് വെച്ചതാണ്. സോ നമുക്ക് ഫസ്റ്റ് ടോണർ ചെയ്യാം. നമുക്ക് ഇതെടുക്കാം. ഇത് പ്ലമ്മിൻ്റെ തന്നെ നയസിനിമേഡ് ആൻഡ് റൈസ് വാട്ടർ ടോണറിൻ്റെ സെയിം വേരിയൻ്റ് ആട്ടോ. മോയ്സ്ചറൈസർ ആട്ടോ. ഇത് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ B5 10% മോയ്സ്ചറൈസറാ. ഇതും അതുപോലെ തന്നെ ഗൈസ്. എനിക്ക് ഒരു മോയ്സ്ചറൈസറും സ്യൂട്ട് ആവുന്നില്ലായിരുന്നു. ഞാൻ കുറേ നോക്കിയതാ, കുറേ ഏതൊക്കെയോ യൂസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്, സെറ്റഫിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് പിടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ആരുടെയോ ഒരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിച്ചാണ് മിനിമലിസ്റ്റിന്റെ മോയ്സ്ചറൈസറും മിനിമലിസ്റ്റിന്റെ SPF 50 സൺസ്ക്രീനും. ഈ രണ്ടെണ്ണം എന്റെ സ്കിന്നിന് ശരിക്കും നല്ല സൂട്ട് ആവുന്നുണ്ട്. ഞാൻ ഒരു 1 year ആയിട്ട് ഇത് തന്നെ യൂസ് ചെയ്യാൻ. എറണാകുളം ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് കുരു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാണാൻ പറ്റും, ഇപ്പോഴും ചെറുതായിട്ട് അതിന്റെ പാടുണ്ട്. എന്റെ സ്കിന്ന് നിറച്ച് അതിന്റെ കുരു ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച അവിടുത്തെ ഇതിന്റെ ആയിരിക്കും. പെട്ടെന്ന് ക്ലൈമറ്റ് മാറി, ക്ലൈമറ്റ് എന്നല്ല, പെട്ടെന്ന് മൊത്തത്തിൽ ഇത് ചേഞ്ച് ആയല്ലോ, വെള്ളം മാറി, പിന്നെ ഇതിന്റെ എല്ലാം ചേഞ്ച് വന്നതിന്റെ അതിന്റെ നൈറ്റ് ആയിരുന്നു. എനിക്ക് അതിന്റെ ആയിരിക്കും ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷേ കുറേ നോക്കി, എന്നിട്ടും ഒരു മാറ്റമില്ല. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ലാസ്റ്റ് മിനിമലിസ്റ്റിന്റെ ഇത് രണ്ടും മേടിച്ചു. സത്യം പറയാലോ, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ എന്റെ മുഖത്ത് കുരു കുറഞ്ഞു. ഈ കുരു അങ്ങനെ വരുന്നേ ഇല്ല, അനാവശ്യമായിട്ട് എന്റെ മുഖത്ത് കുരു പോലും ഇല്ല. ഇതൊക്കെ ആദ്യം വന്നതിന്റെ പാടുകളാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ കേട്ടോ. ഇത് ജെൽ ബേസ്ഡ്, അത് ഓയിലി സ്കിന്നിന് ബെസ്റ്റാണ്. നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ ഇത് ശരിക്കും നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് സൺസ്ക്രീന്. ഇത് ഒരിക്കലും അവോയ്ഡ് ചെയ്യാത്ത ഒരു സാധനം കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോൾ വരെ ഞാൻ സൺസ്ക്രീൻ ഇടും. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. യൂസ് ചെയ്യുന്ന ലിപ് ബാം എന്ന് പറയുന്നത് ലനേഷിന്റെ ഈ ഒരു ബെറി ഫ്രൂട്ട് റേഞ്ച് വരുന്ന ഒരു ഇതാട്ടോ. ചെറുതായിട്ടൊന്ന് കൺസീൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഈ ഇൻസൈറ്റിന്റെ ഒരു കൺസീലർ പാലറ്റും ഉണ്ട്, പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഉണ്ട്. ഇത് ആക്ച്വലി എനിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. നമുക്ക് മിക്സ് ചെയ്തേക്കാം. എന്തെങ്കിലും മാറ്റം വന്നു? എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒന്നും അധികം ഇല്ല. നൈറ്റ് ഷിഫ്റ്റിന് കയറിയ ടൈമിൽ ഞാൻ പേടിച്ച ഒരു കാര്യമായിരുന്നു ഡാർക്ക് സർക്കിൾസ്. എന്തോ ഭാഗ്യത്തിന് അത് മാത്രം കിട്ടിയില്ല, ബാക്കിയെല്ലാം ആയിരുന്നു. ലിപ് ലൈൻ ചെയ്യാം. മാർസിൻ്റെ 04ഉം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ചെറി ബ്രൗൺ എന്ന് പറയുന്ന ഈ ഒരു ലിപ് ലൈനർ. ഇത് സൂപ്പർ ആട്ടോ, നമുക്കിത് യൂസ് ചെയ്യാം. എൻ്റെ ഈ ഡ്രസ്സ് ഒരു പിങ്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു പിങ്ക് ലിപ്സ്റ്റിക്ക് കൊടുക്കാമെന്ന്. ഇത് ലാക്മിയുടെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഈ സെയിം ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യുന്നത്. ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ഷെയ്ഡ് നോഡ് ഡ്രീം ആട്ടോ. എൻ്റെ ഐബ്രോസ് രണ്ട് ഷേപ്പ് പോലെ തോന്നില്ലേ? തോന്നലല്ല ഗൈസ്, സത്യവ. എൻ്റെ കയ്യിൽ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഹൈലൈറ്റർ പാലറ്റ് ഉണ്ട്. ഇതൊക്കെ മേടിച്ച് അതേപടി വെച്ചിട്ട് ഞാൻ അങ്ങനെ യൂസ് പോലും ചെയ്യുന്നില്ല. നമുക്ക് ഇതിൽ നിന്ന് ഒരു റോസ് ഗോൾഡ് എടുക്കാം. നമുക്ക് കമ്മല് ഞാൻ ഇതാട്ടോ ഇടുന്നത്. ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കമ്മലാണ്. നോക്കിയപ്പോൾ കറക്റ്റ് സാധനം. എങ്ങനെ മാച്ച് ആയോ? എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായോ?
വിഷ് കെയറിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ? വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. കയ്യിൽ ഇത് തേച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 കയ്യിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതുപോലെ ഇതും ഇഷ്ടമാണ്, ഈ വാസ്ലിൻ്റെ ഗ്ലൂട്ട ഹയർ ഡ്യൂവി റേഡിയൻസ്. ഇത് നമ്മൾ സിറമിൻ ലോഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മൾ തേച്ച് കഴിയുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും, ഒരു ബ്രൈറ്റനിങ് പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇത് ഞാനൊന്നും തേക്കുന്നില്ല, നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ സൺസ്ക്രീൻ ലോഷനാട്ടോ തേച്ചത്. ഞാൻ ഗിഫ്റ്റിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ, ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന ഒരു ASMR വീഡിയോ എടുക്കാമെന്നായിരുന്നു. പക്ഷേ എല്ലാം ഫ്ലോപ്പായി. എനിക്ക് വീഡിയോ എടുത്തരാൻ ആരുമില്ല, അമ്മ കുറച്ച് തിരക്കായി പോയി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഗിഫ്റ്റ് ഒക്കെ കാണിക്കുന്നതും ചെറുതായിട്ട് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കല്യാണത്തിൻ്റെ വ്ളോഗിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ ഫ്രെയിം ആട്ടോ കൊടുക്കുന്നത്, ചേട്ടൻ്റെ ചേച്ചിയുടെയും കൂടി ഒരു ഫോട്ടോയുടെ ഒരു ഫ്രെയിം. അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു ഗൈസ്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? സോ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇവിടെ വെച്ച് വീഡിയോ നിർത്താമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.